വെണ്ടയ്ക്ക മപ്പാസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെണ്ടയ്ക്ക മപ്പാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിടുക. കടുക് പൊട്ടിയതിന് ശേഷം ഒരു വലിയ സവാളയാണ് നമ്മൾ വഴറ്റേണ്ടത്. ഒരുപാട് ബ്രൗൺ കളർ ആകണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മതി. അത് ചെറുതായിട്ട് വഴണ്ടതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഓരോരുത്തരുടെ എരിവനുസരിച്ച്, പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, ഇത്രയാണ് ചേർക്കേണ്ടത്. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ചെറിയ ജീരകമല്ല പെരിഞ്ജീരകം ചേർത്ത് ഒന്ന് അരയ്ക്കണം. നന്നായിട്ട് അരച്ചിട്ട് ആ മസാലയിലേക്ക് ആ തേങ്ങ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേപ്പിലയും ചേർക്കണം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക 1 ഇഞ്ച് നീളത്തിലാണ് അരിഞ്ഞേക്കണത്. ആ വെണ്ടയ്ക്കയും കൂടി ചേർത്ത് അടച്ച് വെച്ച് വേവിക്കണം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ്. പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറിയാണ്. അപ്പം എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്.